ഹായ് നമസ്കാരം. വെൽക്കം ടു മുംബൈ ചൈൻസ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നാളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയിൽ എല്ലാവരും ഓരോ ദിവസവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയവും അതുതന്നെയാണ്. നാളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയിൽ മുമ്പോട്ട് പോകുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. ഭൂരിഭാഗം ആളുകളും അറിഞ്ഞോ അറിയാതെയോ തങ്ങളുടെ ഭൂതകാലത്തിൻ്റെ വേദനകളിൽ പെട്ട് ഉഴലുന്നതായി കാണുന്നുണ്ട്. അത് ഒഴിവാക്കണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകൾ വയ്ക്കുന്നതിൽ കുഴപ്പമില്ല, ഒരു പരിധിവരെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും വ്യക്തിയുടെ വിവരങ്ങളും വ്യക്തിപരമായ നമ്മുടെ കഴിവുകളും വ്യക്തിപരമായ നമ്മുടെ ചിന്താഗതികളും ഒക്കെ വെച്ചുകൊണ്ട് അതിനുതകുന്ന ഒരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ ഭാവി ചിട്ടപ്പെടുത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സ്വപ്നം കാണുമ്പോൾ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാം. പറയാറുണ്ടല്ലോ, കുന്നോളം ആഗ്രഹിച്ചാലേ കടുകുമണിയോളം കിട്ടൂ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ ബഹുമാന്യനായ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണണം എന്നാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴല്ല, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് ഭാവിയുടെ ചൂണ്ടുപലക എന്നും അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭാവി അത്തരത്തിൽ സ്വപ്നങ്ങളിലൂടെയും, എന്നാൽ യാഥാർത്ഥ്യബോധത്തോടു കൂടിയും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയുമുള്ള ചില പദ്ധതികളിലൂടെയൊക്കെ നമുക്ക് ഭാവി സുരക്ഷിതമാക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റിലാണ്, വർത്തമാനകാലത്തിലാണ്. ഈ വർത്തമാനകാലത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം ഈ ഭാവിയിലും ഭൂതകാലത്തിലും ആവശ്യത്തിലധികം ശ്രദ്ധ കൊടുത്ത് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മൾ വർത്തമാനകാലത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോന്നിട്ടുണ്ടാകാം. ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന് കാണാം. ഇതിൽ നിന്നൊക്കെ നാം ഒരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം നമ്മൾ വർത്തമാനകാലത്തിലെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി മുമ്പോട്ട് പോകണം. പകരം അന്നുണ്ടായ വേദനകളും വിഷമങ്ങളും എന്നും അയവിറക്കിക്കൊണ്ട് അതിൽ പരിതപിച്ചുകൊണ്ട്, ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ അങ്ങനെ അനുഭവിച്ചു, ഞാൻ അങ്ങനെ സഹിച്ചു, എനിക്ക് വേദന നിറഞ്ഞ കാലമായിരുന്നു, എന്തൊരു കഷ്ടപ്പാടായിരുന്നു, ഇങ്ങനെ ആ പഴയ കാലങ്ങളിലെ വേദനകളിൽ കരഞ്ഞ് വിഷമിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ ഇന്ന് വർത്തമാനകാലത്തിൽ ജീവിച്ചാൽ നമുക്ക് പുതിയതായി ഒന്നും ചെയ്യുവാനോ ജീവിത വിജയത്തിലേക്ക് നടന്നെടുക്കുവാനോ സാധിക്കാതെ വരും. കഴിഞ്ഞതൊക്കെ വിട്ടുകളയുക, അതിലെ പാഠങ്ങൾ മാത്രം മുതൽക്കൂട്ടായി കയ്യിലെടുക്കുക. ഈ പഴയതിനെ അയവിറക്കാൻ ഒരു അവസരവും കൊടുക്കാതെ പഴയ ദുഃഖങ്ങളെല്ലാം മറന്നു കളഞ്ഞിട്ട് ഭാവിയിൽ നല്ല പ്രതീക്ഷ ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ തന്നെ വർത്തമാനകാല പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി മുമ്പോട്ട് പോവുക. അപ്പോൾ പ്രതീക്ഷയോടെ ചിട്ടപ്പെടുത്തുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ട ഒന്നാണ് ആത്മവിശ്വാസം എന്നുള്ളത്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മിൽ തന്നെയുള്ള വിശ്വാസമാണ്. ഞാൻ ആരാണ്, എന്താണ്, എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എന്തെല്ലാം കഴിവുകേടുകൾ, ബലഹീനതകളുണ്ട്, അതൊന്നും നാം മനസ്സിലാക്കണം. നമ്മുടെ പോസിറ്റീവ്സ് എന്തൊക്കെ, നെഗറ്റീവ്സ് എന്തൊക്കെ എന്ന് വ്യക്തമായി നാം നമ്മെ തന്നെ വിലയിരുത്തുകയും നെഗറ്റീവ്സിനെ മറികടന്നുകൊണ്ട് പോസിറ്റീവ്സിനെ കൂട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ വിജയത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൈമുതലായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം. എനിക്ക് ചിലതൊക്കെ ചെയ്യുവാൻ കഴിയും, അത് എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ കഴിയുമെന്ന ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ബോധ്യമുള്ള ഒരു സംഗതിയാണെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസം. പകരം ഞാൻ പറഞ്ഞതുപോലെ ഭൂതകാല ചിന്തകളിൽ ആടിയുലഞ്ഞാണ് നമ്മൾ അന്ന് ചെയ്തത് ശരിയായില്ലല്ലോ, അതുകൊണ്ട് ഇത് ശരിയാകില്ല എന്ന രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ആ
സംഗതി വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പകരം ഒരു ചെറിയ വിജയമെങ്കിലും പണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പരാജയത്തിൽ നിന്ന് വന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഞാനത് ചെയ്തിരിക്കും, വിജയിച്ചിരിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്യുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഈ ആത്മവിശ്വാസം കൈവിടാതെ ഓരോ നിമിഷവും മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം എത്തിപ്പിടിക്കാൻ സാധിക്കും. ഭാവിയുടെ ശുഭപ്രതീക്ഷയോടെ ഭൂതത്തെ മറന്നുകൊണ്ട് വർത്തമാനകാലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ എല്ലാവരും മുമ്പോട്ട് പോകുക. നന്ദി, നമസ്കാരം. താങ്ക് യു.